ചമ്മന്തിപ്പൊടി പൊടിക്കുന്നതാണ് ഇത്. ഞാൻ വറ്റൽമുളക്, കരിയേപ്പില ഇതൊക്കെ ഇട്ട് വറുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഞാൻ ജോലിക്ക് പോകുന്ന വീടുകളിൽ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് തുടങ്ങുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് തേങ്ങ ഇട്ടാണ് വറുത്തത്. അത് കഴിഞ്ഞ് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴെപ്പോഴത്തേക്ക് വറ്റൽമുളക് ഇട്ടു. അത് കഴിഞ്ഞ് കരിവേപ്പില ഇട്ടു. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കുറച്ച് പരുവായപ്പോൾ എടുത്തതാണ്. നല്ലവണ്ണം തേങ്ങയും വറ്റൽമുളകും നല്ലതായി വറുത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ വെള്ളം തൊടാതെ വച്ചിരുന്ന നല്ലവണ്ണം ഒരു മാസം വരെയൊക്കെ നന്നായിട്ടിരിക്കും. വെള്ളമേ തൊടാനേ പാടില്ല. നമ്മളിട്ടണ സ്പൂണായിരുന്നാലും വെള്ളം ഇല്ലാതെ എടുക്കണം. പിന്നെ ഇതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ആ തേങ്ങ വഴണ്ട് വന്ന ആ എണ്ണയാണ് ആ മുളകിൽ പിടിച്ചിട്ടുള്ളത്. അത് വറുത്ത് ഒരു മണത്തിന് വേണ്ടി ശകലം കായപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നത്. ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനത് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. എൻ്റെ മിക്സിയുടെ ജാർ ഇത്തിരി കംപ്ലൈൻ്റാണ്. എന്നാൽ പൊടിഞ്ഞൊന്നും വരത്തില്ല എനിക്ക്. എന്നാലും ഞാൻ അതിലൊരു വിധത്തിൽ പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാം ചെയ്തെടുത്തു. ഞാൻ കുക്കിങ്ങിനാണ് പോകുന്നത്. അപ്പം ചെറുതായിട്ട് വീട്ടിലും കൂടെ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യണതാണ്. പയ്യെ പ്ലേറ്റിലേക്ക് തട്ടി അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂട് മാറിയതിന് ശേഷമേ ഏതെങ്കിലും ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ച് വയ്ക്കാൻ പാടുള്ളൂ. ഇത്തിരിയെങ്കിലും ചൂട് നിൽക്കുകയാണെങ്കിൽ അതൊരു കാറൽ മണം വരും. അങ്ങനെയൊന്നും കാറൽ മണം വരാതിരിക്കാനാണ് പ്ലേറ്റിൽ തട്ടി ഓരോ സ്റ്റെപ്പായിട്ട് പൊടിച്ചെടുത്ത് അതിനെ പ്ലേറ്റിലേക്ക് തട്ടി ഞാനങ്ങനെ വച്ചിരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഒരു പാകമായപ്പോൾ ശകലം ഉപ്പ് കൂടെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരുവം അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഗുണമല്ലോ ഉപ്പ് ഇതൊക്കെ വരുന്നത്. പുളിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു പരുവത്തിൽ കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിടാം. പിന്നെ കരിവേപ്പില ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട്. കരിവേപ്പില വയറ്റിന് നല്ലതാണല്ലോ. കരിവേപ്പില നിറയെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി വറ്റൽമുളക് ഇട്ടത് ശകലം കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് അത് വലിയ കുഴപ്പമില്ല. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അടുത്ത പ്രാവശ്യം ഞാൻ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പാത്രത്തിലാക്കി അടച്ച് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അടച്ചാൽ ചെറുതായിട്ടൊന്നൊരു എയർ തുറന്ന് വച്ചിരിക്കും. അത് കഴിഞ്ഞ് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് ശരിയാക്കി എടുക്കുക. ഇനി ലാസ്റ്റ് അടച്ച് വെച്ച് ഞങ്ങളുടെ ചമ്മന്തിപ്പൊടി റെഡിയായി. എല്ലാവർക്കും